നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ, നീ എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നേ? പതുക്കെ പോ മോനെ. ടയറ് ടയറ് മനു, എന്തെങ്കിലും പറ്റിയോ? അയ്യോ, കൈ പൊട്ടിയല്ലോ. നീ എന്തിനാണ് വണ്ടി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചേ? ചാവുമായിരുന്നല്ലോ ഇപ്പൊ. ഏട്ടനോ? ആരേട്ടൻ? റോഡിൽ വണ്ടി ഓടിക്കുമ്പോ മര്യാദയ്ക്ക് ഓടിക്കണം. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഞങ്ങൾ ഫാമിലി ആയിട്ട് വരുമ്പോ ഫോളോ ചെയ്യുന്നേ? അത് കാറിന്റെ ടയർ പഞ്ചറാ. ഞാനത് പറയാൻ വേണ്ടി വന്നതാ. പറഞ്ഞ ശരിയാ, വണ്ടി പഞ്ചറായിട്ടിരിക്കാണല്ലോ. പാവം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാൻ വന്നതാ. എന്നിട്ട് നമ്മൾ തന്നെ. ഏട്ടന്റെ കുഴപ്പം തന്നെയാ. മനുവിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഓ, എല്ലാം എന്റെ കുഴപ്പമാണല്ലോ. വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങി ഉടനെ വരും ഇവനെ പോലെ ഓരോന്ന്. ജീവൻ മതി. എടാ, ഒരാൾക്ക് ഒരു അപകടം പറ്റി കിടക്കുമ്പോ നീ വെറുതെ നിന്റെ ഷോ കാണിക്കണ്ട. നീ വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തേ. ജീവ, സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അവൾക്ക് വേറൊരുത്തന്റെ കൈ പിടിക്കണം. എന്റെ കർച്ചീഫ് എടുത്ത് അവന്റെ മുറിവ് കെട്ടിക്കൊടുക്കണം. ഇത് വിട്ടുകൊടുത്താൽ പറ്റില്ല. ഇതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ പറ്റൂ. മോനെ, നമുക്കൊരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം. അതായിരിക്കും നല്ലത്. ചെല്ലു മോനെ. അത് കുഴപ്പമില്ല ആന്റി, ഞാൻ പോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിച്ചോളാം. മനു പറയുന്ന കേക്ക്. ഇതാ. താങ്ക്സ് ചേച്ചി. നിങ്ങളൊക്കെ അനിയന്മാരെ പോലെയല്ലേ? കുടിക്കാം. എന്നാ ഓക്കെ, ഞാൻ പോട്ടെ. ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ അല്ലേ? ഷുവർ അങ്കിൾ, കുഴപ്പമൊന്നുമില്ല. ഏട്ടാ, ഇനി പഞ്ചർ ശരിയാക്കിട്ട് പോണേ. ഓ, എന്നാ ശരി, ബൈ. ജ്യോതി, ബൈ. പാവം, കഷ്ടമായി പോയി. നോക്കേ, ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കാനാണെങ്കിൽ നീ വണ്ടി എടുക്കണമെന്നില്ല, ഞാൻ ഓടിച്ചോളാം. അല്ല, ഇനിയിപ്പോ എങ്ങനെയാ വണ്ടി ശരിയാക്കുന്നത്? ഞാൻ ആളെ വിളിക്കാം. സുജാതെ,
എടോ, കാറിന്റെ ടയർ പഞ്ചറാവുക, റോഡിൽ ചെറിയ ആക്സിഡന്റ് നടക്കുന്നുള്ളൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങളാ. അതിനൊന്നും ഇനി വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട കേട്ടോ. അവർ 5 മിനിറ്റ് കൊണ്ട് വരും. എന്ത് പറ്റി മോളെ? സോറി എന്താ മോളെ, അയ്യോ അയ്യോ എന്താണ് നീ കാണിച്ചേ? സോറി അമ്മേ, നിത്യ കൈവച്ച് ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഡോർ അടയ്ക്കൂ. ഇവൻ എന്തോ വട്ട് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏട്ടന്റെ ദേഷ്യം അതാ എല്ലാത്തിനും കാരണം. സുജവേ, ആ വെള്ളം ഒഴിച്ചൊന്ന് തടവി കൊടുക്ക്. നല്ല വേദന ഉണ്ടാവും. ഒരുപാട് വേദനിക്കുന്ന മോളെ. വേദന ഉണ്ടാവും, പക്ഷേ ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് കൈന് ഒടിവുണ്ടാവില്ല. നിത്യ സോറി, ഞാൻ കാണാത്തോണ്ടാ. മതേ നിന്റെ സോറി പറച്ചില്. കൂടെ ഉള്ളത് നിന്റെ കുടുംബക്കാരല്ലേ, അപ്പോ നോക്കി ശ്രദ്ധിക്കുകയൊക്കെ വേണം. ഇതൊരുമാതിരി ഇറങ്ങിയ നിമിഷം മുതൽ പ്രശ്നങ്ങൾ. ജീവ, നിത്യമോളുടെ കൈ വേദനിപ്പിച്ചത് നീയല്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ കൈ വീണനെ ചെകിടത്ത്. ഒന്നും പറയണ്ടായിരുന്നു അമ്മ, അറിയാതെ പറ്റിപ്പോയതല്ലേ. ഇവിടെ നമുക്ക് തിരിച്ചു പോവാം. മോളെ കൈ വെച്ചോണ്ട് എങ്ങനെയാ? കുഴപ്പമില്ലമ്മേ, എല്ലാവരും കൂടി ആഗ്രഹിച്ചു വന്നതല്ലേ, നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.